എല്ലാവർക്കും നമസ്കാരം. ഒരു നീണ്ട മുഖവരിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു മോഡറേറ്ററെ തന്നെ ആവശ്യമില്ലാത്ത സെഷനാണിത്. അവരവരെ ഏറ്റെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന വിഷയമാണ്. നിഷാന്ത് ഉടനെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിമർശനം വാഴ്ത്താനോ വീഴ്ത്താനോ എന്നുള്ള തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ മലയാള സിനിമയിലെ പലരും ഇപ്പോൾ ഞങ്ങളെ വീഴ്ത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആരോപിക്കുന്ന, ഇത് എന്നെക്കുറിച്ചാണ്, എന്നെ തന്നെക്കുറിച്ചാണ് ഈ തലക്കെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരാളാണ് നമുക്ക് ഇപ്പോൾ ഈ വേദിയിലുള്ള ഒരു വ്യക്തി. അപ്പോൾ നമുക്ക് അശ്വൻ ഗോക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്വൻ ഗോക്ക് ചലച്ചിത്ര വിമർശനം തുടങ്ങിയത് വീഴ്ത്താനാണോ വാഴ്ത്താനാണോ? വീഴ്ത്താനും വാഴ്ത്താനും അല്ലെങ്കിൽ മറ്റെന്തിനാണ്? എല്ലാവർക്കും നമസ്കാരം. വിമർശനം വീഴ്ത്താനാണോ വാഴ്ത്താനാണോ എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം, ഇതിന് രണ്ടിനുമല്ല ഞാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് വിമർശനം എന്നുള്ളത്. വിമർശനം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ പല രൂപമാറ്റം കാലാകാലങ്ങളായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തിന് ശേഷം, എസ്പെഷ്യലി യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ വന്നതിന് ശേഷം, ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി വിമർശിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ യാതൊരുവിധ അജണ്ടയില്ല, യാതൊരുവിധ പ്രജുഡിസ് ഇല്ല. അത് ആരെയും വീഴ്ത്താനോ വാഴ്ത്താനോ അല്ല. ചില വിമർശനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അവർ അത് വീഴ്ത്താനെന്ന് പറയുന്നു. ചില പ്രതികരണങ്ങൾ അവർക്ക് അനുകൂലമാണെങ്കിൽ, സിനിമയ്ക്ക് അനുകൂലമാണെങ്കിൽ വാഴ്ത്താനാണെന്ന് അവർ കരുതുന്നു. ഇത് മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് യാതൊരു അജണ്ടയും ഇല്ല എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമ്മൾ ഈ പാനലിൽ ശ്രദ്ധിച്ചാൽ ഒരു തരത്തിൽ അത് തരംതിരിച്ചിരിക്കുന്നത് കലാവിമർശനം എന്നുള്ളതിൽ, പ്രത്യേകിച്ച് സിനിമാ വിമർശനം, രാഷ്ട്രീയ സാമൂഹിക വിമർശനം, സാഹിത്യ വിമർശനം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ പാനലിനെ തരംതിരിക്കാം. അതിൽ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസം, സാഹിത്യ വിമർശനം എന്നുള്ളതിലേക്ക് വന്നാൽ ഇന്നിവിടെയുള്ള സദസ്സിലും ഒരു മില്ലേനിയം ജനറേഷൻ അപ്പുറത്തേക്ക് കടന്നിട്ടുള്ള ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ഉൾപ്പെടുന്ന പലർക്കും ഒരു സിനിമ റിവ്യൂവരെയോ ഒരു പൊളിറ്റിക്കൽ റിവ്യൂ നടത്തുന്ന ആളെയോ പോലെ പരിചയമുള്ള ഒരു ആളോ പരിചയമുള്ള ഒരു മേഖലയോ ആണോ സാഹിത്യ വിമർശനം? സാഹിത്യ വിമർശനം എന്നുള്ളത് ആരെങ്കിലും വീഴ്ത്തുകയോ വാഴ്ത്തുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കേരളത്തിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ഈ വിമർശനം വീഴ്ത്താനോ വാഴ്ത്താനോ എന്ന വിഷയം തന്നെ വളരെ സന്ദിഗ്ധമാണ്. ഒന്നാമത്തെ പ്രശ്നം, വിമർശനം എന്ന വാക്ക് ഒരുപാട് അർത്ഥം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ അഭിപ്രായത്തോട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ എതിർത്ത് പറയുന്നതിനെ നമ്മൾ വിമർശനം എന്നാണ് വിളിക്കുന്നത്. ആ വിമർശിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല സാഹിത്യ വിമർശനത്തിലെ വിമർശനം. സാഹിത്യ വിമർശനത്തിലെ വിമർശനം എന്ന് പറയുന്നത്, അതിനെ മാത്രമാണ് നമ്മൾ വിമർശനം എന്ന്. നിയമസഭയിൽ ഭരണപക്ഷത്തെ പ്രതിപക്ഷം വിമർശിച്ചു എന്ന് പറയുന്ന ആ പരിപാടിയല്ല സാഹിത്യ വിമർശനത്തിൽ. അപ്പോൾ വിമർശകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സാഹിത്യ വിമർശകരെയാണ് ജെൻ ആൽഫയും മില്ലേനിയൽസും ജെൻസിയും എല്ലാം മനസ്സിലാക്കുന്നത്. ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റററി ക്രിട്ടിക്കിനെ ആയിരിക്കും. അപ്പോൾ വിമർശനം അങ്ങനെ അതിനെ ടെക്നിക്കലി മനസ്സിലാക്കുമ്പോൾ. ഇനി അതല്ല, വിമർശനം എന്ന് പറഞ്ഞാൽ ആ കലാപ്രവർത്തനത്തെ നമ്മുടെ മറ്റ് വ്യക്തിപരമായി നമ്മൾ നടത്തുന്ന വിമർശനം വിട്ടിട്ട് എടുത്താൽ അതിൽ തന്നെ പലതരമുണ്ട്. സോഷ്യൽ ക്രിറ്റിസിസം ഉണ്ട്. അതായത് ഇപ്പോൾ നിഷാന്ത് നടത്തുന്നത് ഹാസ്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് സാമൂഹിക വിമർശനമാണ് നടത്തുന്നത്. അത് പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു വകഭേദമാണ്, അതിൻ്റെ ലൈറ്റായൊരു വേർഷനാണ്. അശ്വന്ത് ഫിലിം റിവ്യൂ ആണ് നടത്തുന്നത്. അത് ഫിലിം സ്റ്റഡീസ് അല്ലെങ്കിൽ ഫിലിം ക്രിറ്റിസിസം എന്നുള്ള വലിയ വിഭാഗത്തിൻ്റെ ഒരു ചെറിയ രൂപം ആണ്. ഞാൻ പൂർണ്ണമായി സാഹിത്യ വിമർശനം അല്ലെങ്കിൽ നിരൂപണമാണ് നടത്തുന്നത്. ഇത് മൂന്നും തമ്മിലുള്ളൊരു വ്യത്യാസം, ഒന്ന് ക്രിറ്റിസിസവും അല്ലെങ്കിൽ വിമർശനവും റിവ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, റിവ്യൂ ഒരാൾ അയാളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് നടത്തുന്നത്. ആ പേഴ്സണൽ ഒപ്പീനിയൻ
അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. ഒരു കൃതിയെ പരിചയപ്പെടുത്തുന്നു. അത് സാഹിത്യകൃതിയാകാം, ഒരു ദൃശ്യരചനയാകാം, അതിനെ പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം, വളരെ സമകാലികമായ ഒരു രചനയായിരിക്കും റിവ്യൂ എല്ലായ്പ്പോഴും സമീപിക്കുന്നത്. 20 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയല്ല ഫിലിം റിവ്യൂവർ ചെയ്യുന്നത്. 20 കൊല്ലം മുമ്പുണ്ടായ ഒരു രാഷ്ട്രീയ സംഭവത്തെ അല്ല ടെലിവിഷനിൽ വരുന്ന ഒരു പൊളിറ്റിക്കൽ ക്രിട്ടിക്ക് വിമർശന വിധേയമാക്കുന്നത്. എന്നാൽ സാഹിത്യ വിമർശനം ചിലപ്പോൾ 100 വർഷം പഴക്കമുള്ള ഒരു കൃതിയായിരിക്കാം വിമർശന വിധേയമാക്കുന്നത്. പിന്നെ സാഹിത്യ വിമർശനം അത് ഒരു എക്സ്പേർട്ട് ചെയ്യുന്നതാണ്. ആ വിഷയത്തിലുള്ള സവിശേഷമായ വിജ്ഞാനമാർജിച്ച സവിശേഷമായ ചില സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കുറേ കൂടി സാങ്കേതികത്വം കലർന്ന ഒരു പ്രവൃത്തിയാണ് നോവലെഴുത്ത് പോലെയോ കഥ എഴുത്ത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ് സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ വിമർശനം. അതിൻ്റെ പ്രായോഗിക വശമാണ് ക്രിറ്റിസിസം. അതിനെ സഹായിക്കുന്ന നിയമങ്ങളുടെ സംഹിതയാണ് നമ്മൾ ലിറ്റററി തിയറി അല്ലെങ്കിൽ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ സിദ്ധാന്തം ഉപയോഗിച്ച് വിമർശനം നടത്താം. എന്നാൽ പുസ്തകം റിവ്യൂ ചെയ്യുന്ന ആളുകളാകട്ടെ ഇതുപോലെ പണ്ടത്തെ പുസ്തകമല്ല ചെയ്യുന്നത്, സമകാലികമായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങളാണ്. അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് കൂടുതൽ പറയുന്നത്. അവിടെ ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, അത് മോശമെന്നല്ല, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ്. എന്നാൽ അവിടെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ അംശവും സിദ്ധാന്തത്തിൻ്റെ അംശവും ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് അടിസ്ഥാനപരമായി ഉള്ള വ്യത്യാസം. നിരൂപണവും റിവ്യൂവും ഈ വിമർശനം എന്ന വാക്കിന് പൊതുവായുള്ള അർത്ഥസന്ധിഗ്ധതയും. ഇനി അരുന്ധതി പറഞ്ഞ കാര്യം, വിമർശനം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? വിമർശനമല്ല സാഹിത്യം തന്നെ ആരും ഒരു കാലവും സമൂഹത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. കുറച്ചാളുകൾ മാത്രം അത് വായിക്കുകയും അവരാസ്വദിക്കുകയും ചെയ്യുന്നു. സാമൂഹ്യ മാറ്റങ്ങൾ തുറമുഖമൊന്നും ഒരു സാഹിത്യം ഉണ്ടാക്കിയിട്ടില്ല. സത്യത്തിൽ വലിയ സാമൂഹ്യ മാറ്റങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ആനന്ദിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആനന്ദ് ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം വാർദ്ധക്യത്തിൽ വിശ്രമിക്കുകയാണ്. അപ്പം ഒരു പത്രപ്രവർത്തനം നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, സമൂഹത്തെ മാറ്റിയത് സാഹിത്യകാരന്മാരൊന്നുമല്ല, നീതിക്ക് വേണ്ടി ദാഹിച്ചവരാണ്, നീതിക്ക് വേണ്ടി സമരം ചെയ്ത രാഷ്ട്രീയക്കാരൊക്കെയാണ് സമൂഹത്തെ മാറ്റുന്നത്. അപ്പോൾ സാഹിത്യ വിമർശനം മറ്റ് സാഹിത്യ രൂപങ്ങൾ നടത്തുന്ന പോലുള്ള മാറ്റങ്ങൾ വരുത്തും. പക്ഷേ നമ്മുടെ സാക്ഷരത കുറവായിരുന്ന, മറ്റ് തരം മാധ്യമങ്ങളും ലൈബ്രറികളും ഒക്കെ കുറവായിരുന്ന, വിദ്യാഭ്യാസം കുറവായിരുന്ന കാലത്ത് വിമർശകർക്ക് ഒരു കൃതിയുടെ മൂല്യം എന്ത്, ഇതിൻ്റെ ക്വാളിറ്റി എന്ത് എന്നവരെ അറിയിക്കുന്നതിന് വിമർശകൻ്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഇത് നല്ല കൃതി, ഇത് മോശം കൃതി എന്ന് അതിനിശ്ചിതമായി പറഞ്ഞവരുടെ കാലം ഉണ്ടായിരുന്നു. പഴയ നിരൂപകരൊക്കെ അങ്ങനെ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ സമ്പൂർണ്ണമായി സാക്ഷരമായിരിക്കുന്ന, വിവിധതരം മാധ്യമങ്ങൾ പരിചയമുള്ള, എല്ലാവരും വായനക്കാരായി മാറിയിരിക്കുന്ന, നമ്മൾ മാധ്യമീകരണത്തിന് വിധേയമാണ്, നമുക്ക് എല്ലാവർക്കും അവൈലബിളാണ്, കൂടുതൽ വിജ്ഞരായി കഴിഞ്ഞു. ഈ കാലത്ത് വിമർശനത്തിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. വിമർശനം എല്ലായ്പ്പോഴും എന്നതുപോലെ, സാഹിത്യ നിരൂപണമാണേ ഞാൻ പറയുന്നത്, മറ്റു വിമർശനങ്ങളെക്കുറിച്ചല്ല, അത് എപ്പോഴും വളരെ ന്യൂനപക്ഷം ആളുകൾ, സാഹിത്യം പഠിക്കുന്നവർ, സാഹിത്യത്തിലെ സാമാന്യമായ വായനയ്ക്കപ്പുറത്തുള്ള സവിശേഷ താല്പര്യമുള്ള ആളുകൾ മാത്രം ഗൗരവത്തോടെ കാണുന്ന ഒരു പഠന മേഖല മാത്രമാണ്. പക്ഷേ അത് വളരെ കുറച്ച് ആളുകളെ വായിക്കുന്നുള്ളൂവെങ്കിലും അതിൻ്റെ സ്വാധീന ശക്തി വളരെ വലുതാണ്. കാരണം ഈ സാഹിത്യകൃതി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ നിരൂപകരുടെ അഭിപ്രായമാണ് പലപ്പോഴും നമ്മൾ മുഖവിലേക്ക് എടുക്കുക. ആ കൃതികളെക്കുറിച്ച് സമൂഹത്തിൽ അവ സ്വീകരിക്കപ്പെടുന്നത്, പാഠ്യപദ്ധതികളുടെ ഭാഗമാകുന്നത്, അങ്ങനെ നമ്മുടെ മൊത്തം സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു കൃതി അംഗീകരിക്കപ്പെടുന്നത് സാഹിത്യ വിമർശനത്തിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് വളരെ കുറച്ച് പുസ്തകങ്ങൾ എഴുതുകയും അധികം ആരും വായിക്കാതിരിക്കുകയും ചെയ്ത കുട്ടികൃഷ്ണമാരാരും ജോസഫ് മുണ്ടശ്ശേരിയും സുകുമാർ അഴീക്കോടും KP അപ്പനുമൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വായിച്ചു കാണണമെന്നില്ല. അവർ സ്വാധീന ശക്തികളായി സാഹിത്യരംഗത്ത് നിൽക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ജനറലായ ഒരു വശം മാത്രമാണ് ഞാൻ പറഞ്ഞ. നിരൂപണത്തിന് അക്രമാസക്തമായ വശങ്ങളുണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പറയാം. താങ്കൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചോദിച്ചോട്ടെ. എൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യം ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച പേര് ശ്രീ KP അപ്പൻ വരെ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ നമുക്കങ്ങനെ പറയാൻ വളരെ ടോളായുള്ള ഫിഗേഴ്സ് ഇല്ലാതെ വരുന്നതും, ലോകത്ത് മുഴുവൻ പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾ, ഈ സാഹിത്യ വിമർശനത്തിൽ തന്നെ സിദ്ധാന്തങ്ങളുടെ ചർച്ചകൾ ഇങ്ങനെ കൊഴുത്തിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലം മാറുകയും ഒരു ആൻറ്റി ഇൻ്റലക്ച്വലിസം എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സാഹിത്യ വിമർശനം എന്നുള്ള മേഖലയിലും കാണാൻ കഴിയുന്നുണ്ടോ? ആൻറ്റി തിയറി എന്നാണ് പറയുന്നത്. ആൻറ്റി ഇൻ്റലക്ച്വലിസ്റ്റുകൾ ആൻറ്റി തിയറി എന്നാണ് ലിറ്ററേച്ചറിൽ ഇപ്പോൾ അത് സാഹിത്യ വിമർശനത്തിൻ്റെ രംഗത്ത് പറയുന്നത്. ഈ അപ്പന് ശേഷമുള്ള ടോൾ ഫിഗറിനെ പറയാത്തത് വിനയം കൊണ്ടാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് അരുന്ധതിയുടെ ഇടതുവശത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്, പിന്നെ മരിച്ചുപോയവരെ പറഞ്ഞ സുരക്ഷിതത്വമുണ്ട്. ജീവിച്ചിരിക്കുന്നവർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സുജനമര്യാദ അതിനകത്ത് കുറവാണ്. അതുകൊണ്ട് രണ്ടാമത്, ഈ പറഞ്ഞ ആൻറ്റി തിയറി ഉണ്ട്. ഈ തിയറി കലാപം ഇവിടെ ഉണ്ടാക്കിയതിലെ ഒരു പ്രധാന കുറ്റവാളിയാണ് ഞാൻ. മലയാളത്തിൽ ഇവിടെ തിയറി ഉണ്ടാക്കുകയും തിയറിക്ക് ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി എഴുതുകയൊക്കെ ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ ആൻറ്റി തിയറി എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഇന്ന് ലോകത്ത് സജീവമാണ്. ആൻറ്റി തിയറി, എഗൈൻസ്റ്റ് തിയറി എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ വരുന്നു. അതിൻ്റെ ഒരു ദുരന്തം അവയും ഒരു തിയറിയായി മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. സിദ്ധാന്തത്തെ എതിർക്കുകയും അത് തന്നെ സിദ്ധാന്തമായി മാറുകയും ചെയ്തു. മലയാളത്തിലും അത്തരം മുന്നേറ്റമുണ്ട്. പക്ഷേ അതിൽ ഞാൻ കാണുന്ന ട്രാജഡി, സാഹിത്യത്തെ സംബന്ധിച്ചുള്ള പഠനമൊന്നും നടത്താതെ സാഹിത്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാം, അങ്ങനെ എല്ലാവർക്കും നിരൂപകരായി തീരാം എന്നുള്ളൊരു എളുപ്പ വഴി തെളിഞ്ഞു കിട്ടിയതായി പലരും മനസ്സിലാക്കുന്നു. സോഷ്യൽ മീഡിയയിലാണിത് ഞാൻ കൂടുതൽ കാണുന്നത്. സാഹിത്യത്തിൻ്റെ മൂല്യവിചാരം നടത്തുന്നതിന് പകരം ഇതിനെ ഇങ്ങനെ പുകഴ്ത്തി ഇത് ലോകത്തെ ഏറ്റവും അത്ഭുത സംഭവമാണെന്ന് പറയുകയും വിൽപ്പനയാണ് എന്തിൻ്റെയും മാനദണ്ഡമെന്ന് പറയുകയും വളരെ സില്ലി എന്ന് പറയാവുന്ന ചേതൻ ഭഗത് ഇഫക്റ്റ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന സാഹിത്യത്തെ, മലയാളത്തിലെ ചേതൻ ഭഗത് ഇഫക്റ്റാണത്, 2014 ശേഷം ഉണ്ടായത്, 2014 ശേഷം ഉണ്ടായതാണ്. ഈ ചേതൻ ഭഗത് ഇഫക്റ്റിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കണ്ടെത്താതെയും ഇതിൻ്റെ, അതായത് പഴയ പൈങ്കിളി തിരിച്ചു വരുന്നതിൻ്റെ മാരകമായ സാംസ്കാരിക വിപത്ത് തിരിച്ചറിയാതെയും ആളുകൾക്ക് മുന്നോട്ട് ഒരുപാട് കുട്ടികൾ അതിൽ അകപ്പെടാൻ കാരണവും ഈ ആൻറ്റി തിയറിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതാണ്. നമുക്ക് തിരിച്ചു വരാം. ശ്രീ നിശാന്തിനെ കൂടി അഡ്രസ്സ് ചെയ്തിട്ട്, സറ്റയർ എന്ന് പറയുന്നത് മലയാളിയുടെ അടിസ്ഥാന ഒരു അവകാശം പോലെയാണ് നമ്മൾ കാണുന്നത്. ആരെയും കളിയാക്കുന്ന, പ്രത്യേകിച്ച് അധികാരത്തെ കളിയാക്കാൻ വളരെയധികം താല്പര്യമുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ മാധ്യമങ്ങൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അധികാരമുള്ള ഒരു നറേറ്റീവിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന, ഏത് തരത്തിലും പൊതു അഭിപ്രായങ്ങളെ തിരിച്ചുവിടാൻ കഴിയുന്ന സ്വാധീനമുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതായത് അധികാരമില്ലാത്ത ഒരാൾ അധികാരത്തെ ചോദ്യം ചെയ്യലല്ല, അധികാരം ഉള്ള ആളുകൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഈ വിമർശനം നടത്തുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്നാണ് താങ്കൾ കരുതുന്നത്? അരുന്ധതി ചോദിച്ചത് ഒരു വലിയ ചോദ്യമാണ്. ഞാൻ ഈ വലിയൊരു കടലിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചെറിയൊരു കുളം മാത്രമാണ്. ഞാൻ ചെറിയൊരു സറ്റയർ പരിപാടി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ സറ്റയർ പരിപാടിയുടെ ഇതിനകത്ത് നിന്നുകൊണ്ട് പറയാം, ഈ സിനിമ റിവ്യൂ എന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ സാഹിത്യം റിവ്യൂ ചെയ്യുന്നത് പോലെയോ വിഷമുള്ള കാര്യമല്ല രാഷ്ട്രീയം റിവ്യൂ ചെയ്യുന്നത്. ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് സിനിമ റിവ്യൂ ചെയ്താൽ ചിലപ്പോൾ പലതരത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്നിട്ട് ഞാൻ ഈ രാഷ്ട്രീയ വിമർശന പരിപാടി, ആക്ഷേപഹാസ്യ വിമർശന പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്രശ്നം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കും, അതിനെ വേറെ തരത്തിൽ അവർ ഉൾക്കൊള്ളും. ചിലപ്പോൾ നമുക്കെതിരെ വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉൾക്കൊള്ളും, ചിലപ്പോൾ നമ്മൾ കൊള്ളേണ്ടതാണ് കൊള്ളും, തള്ളേണ്ടതാണ് തള്ളും. അങ്ങനെയൊക്കെയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പൊതു ചടങ്ങിൽ വെച്ചിട്ട് എന്നോട് കേരളത്തിലല്ലാത്ത ഒരു IAS ഉദ്യോഗസ്ഥൻ, പേര് പറയുന്നില്ല, പേര് പറയുന്നത് മോശമാണ്, അതുകൊണ്ട് പറയാണ്ടിരിക്കുന്നതാണ്, മൂപ്പർ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ കേരളത്തിലായതുകൊണ്ട് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു IAS ഓഫീസറാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, നമുക്കിപ്പം ഞാൻ ഈ വിമർശിക്കുന്നവരെയൊക്കെ കുറിച്ച് അവരൊക്കെ നേരിട്ട് കാണണമെന്നും അവരോടൊക്കെ നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, ഇപ്പോൾ ഒരുപക്ഷെ സാഹിത്യത്തിലൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. സാഹിത്യകാരന്മാരൊന്നും അങ്ങനെ ചെറുതായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു പരിധിവരെ ഇന്ന് മലയാളത്തിൽ സിനിമ എന്ന് പറയുന്നത് വിമർശനം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത്ര ഒരു ജനാധിപത്യ രീതിയിലല്ല എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തെയും സാഹിത്യത്തെയൊക്കെ അപേക്ഷിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതുവരെ പൊളിറ്റിക്കൽ സറ്റയർ പരിപാടി നടത്തിയിട്ട് ഞാൻ ആരുടെയെങ്കിലും ഫോട്ടോ വെച്ചിട്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല.
ഞാൻ തുറന്ന് പറയണം, എനിക്കിതുവരെ അങ്ങനെ ആരും പിന്നെ മാത്രമല്ല നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പരിപാടിയിൽ അവതരിപ്പിച്ച ആൾ തൊട്ടടുത്ത ദിവസം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡിഗോ ഫ്ലൈറ്റ് വിമാനത്തിൽ EP ജയരാജൻ കയറില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ EP ജയരാജനെ നേരിട്ട് പോയി കണ്ടാണ് ചോദിക്കുന്നത് എനിക്കൊരു ഇൻ്റർവ്യൂ തരാം. അപ്പോൾ EP ജയരാജനോട് പറഞ്ഞു നമുക്ക് നാളെ നമുക്ക് ഇരിക്കാം. എന്നെ വരെ ഞെട്ടിച്ച കാര്യമാണ്. അങ്ങനെ പലരും ഇപ്പം K. സുധാകരനുണ്ട്, ഇവരാരും ഇപ്പം ഞാൻ K. സുരേന്ദ്രനെ ഒരു പാലക്കാട് വെച്ച് ഞാൻ ഒരു പരിപാടിയിൽ കണ്ട മൂപ്പര് വളരെ നമുക്ക് സൗഹാർദ്ദപരമായിട്ടാണ്, എല്ലാവരും അങ്ങനെയാണ്, ഇവരെല്ലാവരും ഇപ്പോൾ നേരിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗോവിന്ദ മാഷെ കണ്ടത്. അപ്പോൾ മൂപ്പര് നമ്മളെല്ലാവരും സൗഹാർദ്ദപരമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതൊരു പക്ഷേ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നതിൻ്റെ ഒരു രീതി കൂടിയായിരിക്കാം. ഇതൊക്കെ വായിക്കാനുള്ള കഴിവും നമ്മുടെ സമൂഹത്തിനും ആളുകൾക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പറയുന്നതിനൊക്കെ ഒരു പരിധി വെച്ച് അല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ട് നമുക്ക് ആരെയും മുറിവേൽപ്പിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് എനിക്ക് മുറിവേറ്റില്ല എന്ന് അവർക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അവരത് വലിയ ഹൃദയത്തോടു കൂടി സ്വീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പൊളിറ്റിക്കൽ വിമർശനം അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം എന്നുള്ളത് കേരളത്തിൽ അത്ര ഭീഷണിയൊന്നും നേരിട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നേരിടാത്ത ഒരു സംഗതിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊറ്റൊരു കാര്യം കൂടി പറയാം. ഈ പൊളിറ്റിക്കൽ വിമർശനമായാലും സിനിമാ വിമർശനമായാലും എല്ലാ വിമർശനത്തിൻ്റെയും ഏറ്റവും വലിയ കാര്യങ്ങൾ പറയാനും ഏറ്റവും ആധികാരികമായി പറയാനും നമ്മളെക്കാളൊക്കെ യോഗ്യനായിട്ടുള്ള ആളാണ് PK രാജശേഖരൻ സാർ എന്ന് ഞാൻ പറയുന്നത്. എൻ്റെ അധ്യാപകൻ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മൂപ്പർ ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും എല്ലാ മേഖലയിലും ഇടപെട്ട ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെയും കാണേണ്ടവരാണ്, അവരെ മുറിവേൽപ്പിക്കരുത് എന്നൊരു തോന്നലോട് കൂടിയാണോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു പരിഗണനയുണ്ടോ? ഒരിക്കലുമില്ല, ഒരു പരിഗണനയില്ല. അത് നമ്മളിപ്പം നാളെയും കാണേണ്ടി വരും എന്നുള്ള തോന്നലില്ല. പരിപാടി ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നു പോകും. പരിപാടി ചെയ്യുമ്പോൾ കഥാപാത്രമാവും. അതിനുശേഷം വീണ്ടും നമ്മുടെ ഒരു ഉള്ളിലൊരു ബോധ്യമുണ്ടല്ലോ, നമ്മളുടെ ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട്, ഒരു തോന്നലുണ്ട്, ഇത് എവിടം വരെ പോകാം. അതിനൊരു അളവുകോൽ നമുക്ക് അവിടെ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വയം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും വിട്ടിട്ട് ഒരിക്കലും കടക്കാൻ വേണ്ടി നമ്മളെ രാഷ്ട്രീയം ഒരിക്കലും അനുവദിക്കാറുമില്ല, അത് പോകാറുമില്ല. അത് നല്ല ഉറച്ച ബോധ്യം ഇപ്പോഴും ഉണ്ട്. അതേ അഭിപ്രായമാണോ അശ്വന്ത് ഗോഖലേക്ക്? ഈ നാട്ടിൽ ജനാധിപത്യം ബാക്കിയുണ്ടോ? ഇവിടുത്തെ സിനിമാക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് തോന്നിയിട്ടുള്ളത്? നിഷാന്ത് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലും തെലുങ്കാനയിലും കർണാടകയിലൊന്നും ഇത്ര വലിയ പ്രശ്നം സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കില്ല. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് താരതമ്യേന വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പോഴവിടെ ഇത് ബാധിക്കുക എന്നുള്ള, സാമ്പത്തികമായി ബാധിക്കുക, ഒരു സിനിമയുടെ പരാജയത്തെ ബാധിക്കുക എന്നുള്ളത് തുലം കുറവാണ് കേരളത്തെ നമ്മുടെ ഇൻഡസ്ട്രിയെ അപേക്ഷിച്ച്. അതുകൊണ്ട് അവിടെ നിശിതമായി വിമർശിക്കുന്ന ആളുകൾ അവർ മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് ബാധിക്കാറില്ല. പക്ഷേ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. ഇവിടെ റിവ്യൂസ് ധാരാളമായി ആളുകൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ വ്യൂസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ് പോലെ തെലുങ്ക് പോലെ വലിയ ഇൻഡസ്ട്രിയുള്ള യൂട്യൂബേഴ്സിൻ്റെ അതേ വ്യൂസ് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് നോക്കുന്ന സമയത്ത് കേരളത്തിൽ സിനിമ റിവ്യൂ കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സാറ് പറഞ്ഞ പോലെ സാഹിത്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ വലിയൊരു സാമ്പത്തിക വിനിമയം നടക്കുന്ന ഒരു മേഖലയാണ്. ഇതൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇത് അവരെ സാമ്പത്തികമായി ബാധിക്കുന്ന സമയത്താണ് അവർക്ക് വിരളി പിടിക്കുന്നത്. കാരണം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വളരെ വലിയ രീതിയിൽ പ്രൊപ്പഗാൻഡ നടത്തി മാർക്കറ്റ് ചെയ്ത് ഇറക്കുന്നു. അപ്പോൾ അതിന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന സമയത്ത് അവരൊരു കൺക്ലൂഷനിലെത്തുകയാണ് ഇത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മെറിറ്റിനനുസരിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത് എന്നത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ സിനിമാക്കാർ ജീവിക്കുന്നതിന് ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിനകത്താണ്. അപ്പോൾ ഈ ഫ്യൂഡൽ സിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന സമയത്ത് ഇവർക്ക് ജനാധിപത്യം എന്ന സംഭവം ഇല്ല. അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അറിയാം, പിന്നെ പുറത്തു നിന്നത് കാര്യമായി നോക്കിക്കാണുന്ന ആളുകൾക്കും അറിയാം. അപ്പോൾ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇതിലെ മടമ്പികൾ, മറ്റാൾക്കാർ, പിന്നെ അതിൽ പല കാസ്റ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു സിസ്റ്റത്തെ ഒരാൾ ക്യാമറ തുറന്നു വെച്ച് ഇതെന്ത് സിനിമയാണോ നിർത്തിപ്പോടോ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന രീതികളിൽ വ്യത്യാസം കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇവനെ വെറുതെ വിടാൻ പറ്റില്ല, ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സിനിമാക്കാർക്കുള്ളത്. എനിക്ക് നിരന്തരം ഭീഷണി നേരിടാറുണ്ട്, പിന്നെ കൊല്ലുമെന്ന് പറയാറുണ്ട്, അടിക്കുമെന്ന് പറയാറുണ്ട്, പിന്നെ ഇങ്ങനെ പലതും പറയാറുണ്ട്.
അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് വിമർശനം അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള നിരൂപണം നടത്തുന്ന സമയത്ത്, അതായത് സാഹിത്യ നിരൂപണമൊക്കെ എഴുതി വരുന്നതിനപ്പുറത്തേക്ക് ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സിനിമ ഇറങ്ങുന്നു, അന്നോ അതിൻ്റെ പിറ്റേ ദിവസം റിവ്യൂ വരുന്നു. അപ്പോൾ അവർക്കത് നേരിടാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഭീഷണിപ്പെടുത്തുക, നിയമപരമായിട്ട് ഇതിന് സാധുത ഇല്ല എന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞതാണ്. ഇവർ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോവുകയും അത് കേസ് നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നുള്ള ഒരു അവർക്ക് അനുകൂലമായിട്ട് വിധി വരാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ താരതമ്യേന പറയുകയാണെങ്കിൽ വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ പേഴ്സണലി പലവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള റിസ്ക് ഉള്ള പരിപാടിയായിട്ടും അത് തുടരുന്നുണ്ട്. അതിങ്ങനെ വളരെയധികം ജനപിന്തുണയുണ്ട്. കുറച്ചു മുമ്പ് അശോക് പറയുകയുണ്ടായി, എനിക്കിതിന് അജണ്ടകളില്ല, ഒന്നിനെക്കുറിച്ചും തീരുമാനിക്കുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതം സ്വാധീനിക്കാറുണ്ടോ? ഒരു റിവ്യൂ ചെയ്യുമ്പോൾ മറ്റൊന്നും സ്വാധീനിക്കുന്നില്ലെങ്കിലും. അല്ല, അതിൻ്റെ റവന്യൂ ആണോ ഉദ്ദേശിക്കുന്നത്? റവന്യൂ അല്ല, ആ എനിക്ക് കൂടുതൽ മനുഷ്യരിലേക്ക് എത്തണം. ആ ആര് ചെയ്യുമ്പോഴാണ്, ആര് പരിഹസിക്കുമ്പോഴാണ്, ആർക്കെതിരെ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ വ്യൂവർഷിപ്പ്? അതെ 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 മനസ്സിലായി. അല്ല, അത് സ്വാഭാവികമായിട്ടും സിനിമയുടെ ഹൈപ്പിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ വലിയ സിനിമകൾ, വലിയ സ്റ്റാർസിൻ്റെ സിനിമകൾ, ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ആളുകൾ, അതുപോലെ വലിയ ബജറ്റിൽ വരുന്ന സിനിമകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ സിനിമ എന്തായി, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് സിനിമയുടെ ഹൈപ്പിനനുസരിച്ചിട്ട് റിവ്യൂവിൻ്റെ ഹൈപ്പും കൂടും. അത് മലയാള ഭാഷ എന്നില്ല, ഏത് ഭാഷയായി കഴിഞ്ഞാലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അടുത്തിറങ്ങിയ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമ, അത് വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാണാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ ഈ അന്യഭാഷാ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അവർ നേരിട്ട് സിനിമ കാണാൻ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള അവരുടെ ഒരു ക്യൂരിയോസിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് കാണുമ്പോഴുണ്ടാവുന്ന ഒരു മാനസിക സുഖവും, ഇത് രണ്ടും വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായിട്ട് റിവ്യൂ കാണുന്നത്. പിന്നെ പല ആളുകളും ഈ റിവ്യൂ കാണുന്നത് സിനിമ കണ്ടതിന് ശേഷമാണ്. കാരണം കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടായ അതേ തോന്നലുകളാണോ, അവർക്കുണ്ടായ അതേ അനാലിസിസ് ആണോ ഞാൻ നടത്തിയിട്ടുള്ളത് എന്ന് നോക്കാനാണ് മിക്കപ്പോഴും ആളുകൾ റിവ്യൂ കൂടുതലായി കാണുന്നത്. അൽഗോരിതം ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ചെയ്യുന്നൊരു പണിയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യാറില്ല. അപ്പോൾ വലിയ ഹൈപ്പുള്ള സിനിമ, വലിയ താരങ്ങൾ, അവരെ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കൾക്ക് കൂടുതൽ കാഴ്ചക്കാരുണ്ടാകും എന്നത് ഒരു വിമർശനമായി വന്നാൽ അത് വളരെ ന്യായമായുള്ളൊരു വിമർശനമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല. ആ താരങ്ങളുടെ വലിപ്പം, ആ സിനിമയുടെ വലിപ്പം റിവ്യൂ കൂടെ ഏറ്റെടുക്കുന്നു എന്ന് മാത്രം. അല്ലാതെ അത് പ്രത്യേകിച്ച് അത് ഒന്നും ചെയ്യുന്നത് കൊണ്ടല്ല. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ചേതൻ ഭഗത് എഫക്റ്റിലാണ്. അതിന് തുടർച്ചകൾ ഉണ്ടാവുന്നു. രണ്ട് തരത്തിൽ ആഗ്രഹിച്ചു. ഇപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് സംഭാവനയല്ല, ഭംഗം വരുത്തുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശക്തമായ രീതിയിൽ സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പല സാഹിത്യ വിമർശനവും കാരണം ഞാൻ എഴുതാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചിട്ടുള്ള എഴുത്തുകാർ വരെ പണ്ടുണ്ടായിട്ടുണ്ടാവും. അപ്പം ആ രീതിയിലൊരു ഇടപെടൽ, അതായത് സാഹിത്യം എന്നുള്ളതിൻ്റെ നിലവാരത്തെ തന്നെ ഉയർത്തുന്ന ഒരു ഇടപെടലായി സാഹിത്യ വിമർശനം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചേതൻ ഭഗത് ഇഫക്റ്റ് എന്ന് വിളിക്കുന്ന മലയാളത്തിലും സംഭവിക്കുന്ന പുസ്തകങ്ങൾ, മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെയുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇത് സാഹിത്യ വിമർശനത്തിനെതിരായിട്ടുള്ള ഒന്നായി കൂടി, അതായത് സാഹിത്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇല്ലാതാകുന്നത് കൊണ്ട് മികച്ച സാഹിത്യം ഇല്ലാതെയാകുന്നു എന്ന് ആർഗ്യൂ ചെയ്യാൻ കഴിയും. ഭയങ്കര ബുദ്ധിപരമായ ചോദ്യം കേട്ടോ, ഒരു PhD ചോദ്യമാണ്. അതായത് ഇത് കുറേ പ്രശ്നമുണ്ട് ഇപ്പം. ഈ നിശാന്തിന് കുറച്ച് കാര്യം പറയാനുമുണ്ട് ഇതിനകത്ത്. ഒന്നാമത്തെ പ്രശ്നം, ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ ഈ ചേതൻ ഭഗത് ഇഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞ സമകാലിക പൈങ്കിളിയെ ഒന്ന് മാർക്കറ്റിൽ വിൽക്കുന്നു എന്നുള്ളതിനെ നമ്മൾ കണക്കാക്കേണ്ടതില്ല. അത് നല്ല കാര്യമാണ്. കാരണം എഴുത്തുകാർ ലോൺ എടുത്ത് മാരുതി വാങ്ങുന്ന സ്ഥാനത്ത് ടൊയോട്ടോ ഫോർച്യൂണർ വാങ്ങാൻ കഴിയുന്നെങ്കിൽ നല്ലതാണ് പുസ്തകം വിറ്റ്.
നല്ലതല്ലേ? അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പണം ഉണ്ടെങ്കിൽ നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അത് ലിറ്ററേച്ചറാണോ ക്വാളിറ്റി ആണോ എന്നുള്ള ചർച്ച വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം. രണ്ടർത്ഥത്തിൽ അതിനെ വിമർശനത്തിന് പഠന വിധേയമാക്കുക. ഒന്ന്, ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. രണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ സാഹിത്യത്തിൽ ഇത്തരം സാഹിത്യവും മാർക്കറ്റും കൂടെ ഇടപെട്ട് പുതിയൊരു അഭിരുചി സൃഷ്ടിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു കൾച്ചറൽ സ്റ്റഡിയും ആകാം. ആ കൾച്ചറൽ സ്റ്റഡി വരുമ്പോൾ അത് സാഹിത്യ വിമർശനമായി മാറും. അതായത് പോപ്പുലർ ലിറ്ററേച്ചർ എങ്ങനെ ഇങ്ങനെ രൂപം മാറി വരുന്നു, പഴയതിൽ നിന്നുള്ള എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ സാഹിത്യ വിമർശനമാവും. മറ്റേത് അതിനെ സെലിബ്രേറ്റ് ചെയ്യൽ മാത്രമാകും. അപ്പോൾ ഈ ഫിലിം റിവ്യൂവിലും പലപ്പോഴും സംഭവിച്ചു പോകുന്നതാണ്. ഒന്നുകിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എതിർക്കുന്നു. അതിനെ തിയറട്ടിക്കലായൊരു അടിസ്ഥാനം ഇല്ലാതാവുന്നു. അതാണ് പലപ്പോഴും ഒരു ശത്രുതയ്ക്ക് കാരണം. മറ്റേത് ഈ നിശാന്ത് തന്നെ അശ്വന്ത് തന്നെ പറഞ്ഞതുപോലെ ഇവർ ഫ്യൂഡൽ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. ഫ്യൂഡൽ സിസ്റ്റം മാത്രമല്ല, ജാതി വ്യവസ്ഥയിലും കൂടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊരു മായിക ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് സമകാലിക ലോകത്തെ ബൗദ്ധിക വ്യാപാരത്തിൽ എന്ത് നടക്കുന്നു എന്ന് അവരറിയാത്തത് കൊണ്ടും അവരിങ്ങനെ വഴക്കിന് വരിക. ഏതോ കാര്യവട്ടം ക്യാമ്പസിൽ PhD ചെയ്യുന്ന ഒരു കൊച്ചു പയ്യനെ ഒരു ഏതോ ഒരു സിനിമാ നടൻ എന്തൊക്കെയോ ചീത്ത പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ കേട്ടു. എൻ്റെ ഇടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട്. ഇയാളാരും വല്ല മർലം ബ്രാൻഡാണെന്ന് ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ ചോയ്സൊക്കെ കാണിക്കാനായിട്ട്. ഏതോ കുറച്ച് പടത്തി അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതിൽ കൊഴിഞ്ഞ് വലിയ ജനപിന്തുണ എന്നുള്ള ഒരാളാണോ, വലിയ ജനകീയ നേതാവോ ഒന്നുമല്ല. വെറുതെ ഇങ്ങനെ മോശമായി പെരുമാറുക. അതിന് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, കോടതിയോ വല്ല ഇടപെടണം. മറിച്ച് ഈ സാഹിത്യം വിമർശനമോ ഒന്നും മോശമാകുന്നത് കൊണ്ടല്ല ഈ തരംഗം ഉണ്ടാകുന്നു. എല്ലാ കാലത്തും ഞായറാഴ്ച ദിവസം നമുക്ക് ആശ്വാസത്തോടെ വായിക്കാൻ എന്തെങ്കിലും വേണം. വളരെ എപ്പോഴും ദസ്തേവ്സ്കി കിടക്കാൻ നേരത്ത് നളയരുത 4-ാം ദിവസം മഹത്തായ കൃതിയാന്ന് പറഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നളയരുത 4-ാം ദിവസം ബ്രദേഴ്സ് കരാമസോവ് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? അരുന്ധതി നടക്കുകയില്ല. ആളുകൾ ഒരു അല്പ ആശ്വാസത്തിന് എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കില്ലേ, കേക്ക് കഴിക്കും പോലെ, ക്രീം കഴിക്കും പോലെ അതങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് അത്ര പറ്റിയതൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ് കഴിക്കും, ചോറോ മീൻകറിയോ ഒക്കെ കഴിക്കുന്നു, അതുപോലെയാണ്. അപ്പോൾ അത് ഒരു തരംഗമായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോട്ടെ. പക്ഷേ ഇത് മനസ്സിലാകാത്ത ആളുകൾ, നിഷ്കളങ്കരായ ആളുകൾ, ഇതെന്തോ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, മഹത്തായ സാഹിത്യം ആവിർഭവിച്ചിരിക്കുന്നു. പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് ഈ കുറേ മലയാളത്തിൽ ആരോട് ചോദിച്ചാൽ ആൽക്കമിസ്റ്റ് അത് ഞാൻ വായിച്ചു, ഇനി സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കഴിഞ്ഞു, സാഹിത്യം മുഴുവൻ ആർജിച്ചു കഴിഞ്ഞല്ലോ ആൽക്കമിസ്റ്റിലൂടെ എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ഇതുപോലെ കുറേ കൃതികൾ പറയുന്നു. ഇതൊരു തൽക്കാല പ്രതിഭാസമാണ്. ഓരോ കാലവും എൻ്റെ പുതിയ അഭിരുചികൾ വരുന്നു. ഇതിന് സാഹിത്യവുമായിട്ട് ബന്ധമില്ല. അപ്പോഴത്തെ ഒരു ആനന്ദത്തിന് വേണ്ടിയുള്ള പ്ലഷർ, നമ്മളൊക്കെ അത്തരം ആനന്ദം അനുഭവിക്കുക. അതുകൊണ്ട് ഇത്തരം സോഫ്റ്റായ സാഹിത്യം നിരോധിക്കണമെന്നോ ഇത് മഹാ അധമമാണ്, പിള്ളേരെ ഒന്നും വഴി കണ്ട ഓടിക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവരും അത് എഴുതട്ടെ എന്ന്. അത് കാര്യമൊന്നുമുള്ള കാര്യമല്ല, അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല അവരുടെ കൃതികളെ. പക്ഷേ എന്തുകൊണ്ട് ഈ തരംഗം നമ്മുടെ കൾച്ചറിൽ ഉണ്ടാകുന്നു, ഇതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, പഴയ റൂറൽ പൈങ്കിളിയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ അർബൻ പൈങ്കിളി എങ്ങനെയാണ് പുതിയ കൾച്ചറൽ മെസ്സേജ് കൊടുക്കുന്നതൊക്കെയാണ് സാഹിത്യ വിമർശനത്തിൻ്റെ പഠനം. പിന്നീട് ഈ ഫിലിം റിവ്യൂവിൽ അശ്വന്ത് പറഞ്ഞ കൊല്ലും എന്നൊക്കെ ഭീഷണി നേരിടുക എന്ന് പറഞ്ഞാൽ ഈ സിനിമ റിവ്യൂക്കാർക്ക് മാത്രമായത് നന്നായി. അല്ലെങ്കിൽ ആ ബെന്യാമിനൊക്കെ ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. അതെന്തായാലും ഉണ്ടായില്ല. പക്ഷേ അശ്വന്തേ, ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നത്, അവരൊരു ഇൻഡസ്ട്രിയാണ്. അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ അത് നിങ്ങൾ മോശമാണെന്ന് നിരന്തരം എഴുതിയാൽ അവർക്ക് വിഷമം ഉണ്ടാവുകയും. അപ്പോൾ ആ ഒരു വ്യവസായിയുടെ ഒരു പരിഭ്രമവും ദേഷ്യവും ഒക്കെ ആയിരിക്കും. പണവുമുണ്ട് അവരുടെ കയ്യിൽ, സ്വാധീന ശക്തിയുണ്ട്, പിന്നെ ലോക യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് വഴക്കുണ്ടാകും. ഇതിന് നമുക്ക് എങ്ങനെ കവർ ചെയ്യാമെന്ന് കൂടിയാണ്. നിങ്ങൾ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ റിവ്യൂവിൻ്റെ രീതിയെ പരിവർത്തിപ്പിക്കുക കൂടി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ കേട്ടുകൊണ്ട് പരിവർത്തിക്കേണ്ട. പക്ഷേ ഞാനൊരു മുതിർന്ന പൗരൻ, എന്തിനും മുതിർന്ന പൗരനല്ല, മുതിർന്ന പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, അത് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ തൊഴിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഫിലിം റിവ്യൂവിൻ്റെ ആ പേഴ്സണൽ ഒപ്പീനിയൻ്റെ വശമുണ്ടല്ലോ, അതിന് ഫിലിം സ്റ്റഡീസിൻ്റെ പ്രിൻസിപ്പിൾസ് കൂടി നിങ്ങൾ ഉപയോഗിക്കണം. അതപ്പോൾ ഒരു തിയറട്ടിക്കൽ ബേസ് വരുന്നു. അപ്പോൾ ഫിലിം സ്റ്റഡീസിലെ വലിയ പ്രഗത്ഭരായ സൈദ്ധാന്തികർ സിനിമാ നിരൂപണത്തിൽ അല്ലെങ്കിൽ സിനിമാ വിമർശനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ആർട്ട് സിനിമയെക്കുറിച്ച് മാത്രം പറയാനുള്ളതല്ല, എല്ലാത്തരം ചലച്ചിത്രാവിഷ്കാരങ്ങളെക്കുറിച്ച്. ഏറ്റവും ഇറങ്ങിയ മാർക്കോ എന്ന പേരുള്ള സിനിമയെ വിമർശിക്കാനും നിങ്ങൾക്ക് ആന്ദ്രേ ബെസ്സിൻ്റെ സിദ്ധാന്തം ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരും. ആ സിദ്ധാന്തങ്ങൾ കൂടി നിങ്ങളുടെ ടൂൾ ബോക്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അങ്ങനെ തൊടാൻ പറ്റാത്ത ആളായിത്തീരും. അപ്പോൾ നിങ്ങളുടെ റിവ്യൂവിനെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ശത്രുതാപരമാണെന്ന് പറഞ്ഞവർ കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറയുന്നത്. പിന്നെ അങ്ങനെയൊന്നും കൊല്ലാനും തിന്നാനും പറഞ്ഞല്ല ഒന്നും നടക്കാത്തത്. ഈ നാട്ടിൽ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ജനാധിപത്യം ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗോവിന്ദമാഷ് വഴിയിൽ വെച്ച് നിശാന്തിനെ നാട്ടുകാരനെന്നുള്ള സ്നേഹമല്ല, ഒരു സ്നേഹം,
ഇ പിക്കും സ്നേഹമുണ്ട്, സതീശന് കണ്ടാലും സ്നേഹമുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് സ്നേഹം ഉണ്ടാകുന്നത് ആ ജനാധിപത്യത്തിൻ്റെ മൂല്യം നിലനിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നിങ്ങളുടെ റിവ്യൂവിനെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആ റിവ്യൂവിന് നിങ്ങൾക്ക് ക്രിറ്റിസിസത്തിൻ്റെ ലെവലിലേക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ അങ്ങനെ ആക്രമിക്കാനൊന്നും പറ്റില്ല. കാരണം നിങ്ങളുടെ ഒപ്പം ഒരു വളരെ എണ്ണം കുറവായിരിക്കുമെങ്കിലും സ്വാധീന ശക്തിയിൽ വളരെ വലുതായ ഒരു ചിന്തിക്കുന്ന വിഭാഗം നിങ്ങളുടെ കൂടെ വരും. അതാണ് എനിക്ക് തോന്നുന്ന ഒരു അഡ്വൈസ് പോലെയാണ്. അഡ്വൈസ് അല്ല, അത് മോശം. ഈ നിർദ്ദേശത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും അതിൽ ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റിവ്യൂ കാണുന്ന കൂടുതൽ ആളുകളും സാധാരണക്കാരാണ്. അപ്പോൾ ഓവറായിട്ട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സിനിമ എന്താണ് നൽകുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു വികാരം എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകാംക്ഷയാണ് അവർക്കുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾക്കത് കാണാനുള്ളൊരു താല്പര്യം കുറയും. പക്ഷേ ചില സിനിമകൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം സിനിമകൾ ഈ പോപ്പുലർ കൾച്ചർ പരിപാടി ആയതുകൊണ്ട് ആളുകൾ അത്തരത്തിലുള്ളൊരു സമീപനമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, യൂട്യൂബിലുണ്ട്. പക്ഷേ അവർ താരതമ്യേന അവർക്ക് വ്യൂസ് കുറവാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ബാധ്യത കൂടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സാറ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അത്തരം സിനിമകൾ വരുന്ന സമയത്ത് തിയററ്റിക്കലായിട്ടും ഹിസ്റ്റോറിക്കൽ, സോഷ്യോളജിക്കൽ, പൊളിറ്റിക്കൽ എല്ലാം അങ്ങനെ ആ തരത്തിലുള്ള ഒരു റീഡിങ് കൂടെ നടത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. വളരെ വ്യത്യസ്തമായൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സിനിമ റിവ്യൂ എന്നുള്ള രീതിയിൽ മാറി അശ്വന്ത് കോക്കിൻ്റെ സിനിമ റിവ്യൂ എന്ന് പറയുന്നത് ഒരു കല തന്നെ ആവുകയും ആ കലയിൽ നിരവധി ആരാധകരുള്ള, സ്ഥിര പ്രേക്ഷകരുള്ള, വളരെ നിപുണനായിട്ടുള്ള ഒരു കലാകാരനായി, ഒരു പെർഫോമറായി തന്നെ നിങ്ങളിത് ചെയ്യുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കൂത്തും അല്ലെങ്കിൽ തുള്ളലും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പെർഫോമൻസ് ആർട്ട് സെറ്റയറിൽ വരുന്നതും, വേഷം, പ്രോപ്പർട്ടി ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ സ്വയം ഒരു റിവ്യൂവർ എന്നല്ല, അതൊരു പെർഫോമറായി അടയാളപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, പെർഫോമറായിട്ടൊന്നും അടയാളപ്പെടുന്നില്ല. ഞാനൊരു പെർഫോമറുമല്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഇത് സംഭവിച്ചത് ചില സിനിമകൾ കണ്ടു കഴിയുമ്പോഴേ ആ കഥാപാത്രം മനസ്സിലേക്ക് കയറിക്കൂടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആവേശം കാണുന്ന സമയത്ത് കുറച്ച് സമയം ഞാൻ രംഗണനാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നുണ്ട്. അത് സ്ഥായി നിൽക്കുന്നല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു കോസ്റ്റ്യൂമും കൂടി പിടിച്ച് റിവ്യൂ പറയുമ്പോൾ ഒരു പഞ്ച് കിട്ടും. കാണുന്ന ആൾക്കാർക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടിക്കൊണ്ട് സിനിമയുടെ അഭിപ്രായം കേൾക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ചെയ്തു തുടങ്ങിയാണ്. പിന്നെ ഓഫ് കോഴ്സ് വ്യൂവർഷിപ്പിന് അതിനൊരു വലിയ ഘടകമുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ആളുകൾക്ക് അറിയാം, ഇങ്ങനെ ഒരു വേഷപ്രച്ഛനായിട്ട് വരുന്ന സമയത്ത് ഇതിലെന്തോ പരിപാടി ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കാണുന്ന ആളുകൾക്കും ഉണ്ടാവും. ചെയ്യുമ്പോൾ എനിക്കും അത് പേഴ്സണലി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അശ്വന്ത് കോക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും നമ്മളിൽ പലരും ഈ ഒരു കണ്ടിന്യൂത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് താങ്കളെ കാണുന്നത്. ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടോ സാർ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കാണും? അതായത് നമ്മുടെ ഒരു സെറ്റയറിൻ്റെ ഒരു പെർഫോമൻസ് ട്രഡീഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയുണ്ട് അദ്ദേഹത്തിൽ. അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെങ്കിൽ പോലും വേഷം കെട്ടിക്കൊണ്ട് വരിക, അത് സെറ്റയർ ആയി തന്നെ ആ സിനിമയെ അവതരിപ്പിക്കുക. ഇതിനേക്കാൾ യോഗ്യം ഇയാൾ പറയുന്നത്. കാരണം ഞാൻ ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പം അരുന്ധതി ചോദിച്ചതിന് ഞാൻ അറിഞ്ഞോ പെർഫോമറായിട്ടില്ല, എങ്ങനെ പെർഫോമറല്ല എന്ന് പറഞ്ഞത് സ്വന്തം അനുഭവമാണ്. പക്ഷേ റീഡിങ്ങിലേ മറ്റൊരാൾ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു തരം വിമർശനം. ഇപ്പോൾ അരുന്ധതി നടത്തിയത് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ് നടത്തിയത്. അങ്ങനെ തോന്നുന്നു. അങ്ങനെ പെർഫോമർ ആകുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇത് മുഴുവൻ ഈ അശ്വന്ത് പറഞ്ഞതിനകത്തൊരു കുഴപ്പമാണ്. എൻ്റെ സാധാരണക്കാരായ കാഴ്ചക്കാരാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിദ്ധാന്തം അതേപടി ആന്ദ്രേ ബസ്സിന് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയണ്ട. ഇത് സിദ്ധാന്തമെന്ന് ആൾക്ക് തോന്നുകയും ചെയ്യരുത്. പക്ഷെ ഒരു പൊതു തത്വം പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കൊലപാതകം ചെയ്തുകൂടാ എന്നുള്ള പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കൊലപാതകം ചർച്ചാ വിഷയമാണ്. അതുപോലെ മാത്രമേ സിദ്ധാന്തം പറയാം. ഇപ്പോൾ പെർഫോമൻസിൻ്റെ അംശമുണ്ട്. കാരണം ഈ ദൃശ്യമാധ്യമങ്ങളെല്ലാം ആവശ്യപ്പെടുന്ന പെർഫോമൻസാണ്. ഈ റിവ്യൂ പോപ്പുലറായിത്തീരുന്നത് എന്തുകൊണ്ടാണ്? ആ പെർഫോമൻസിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതിനകത്തുള്ള സറ്റയർ, ആക്രമണം, ഇത് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. വാർ മൈനസ് ഷൂട്ടിംഗ് ആണ് സ്പോർട്സിനെ പോലെ. നേരിട്ട് പോയി അവരെ പോയി പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണ്ടി പ്രതിനിധിയായിട്ട്
പറയുന്നത് കൊണ്ട് ഈ ആവേശം റിവ്യൂവർ വഴിതെറ്റിച്ചാലാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മൾ അതിൻ്റെ അകത്തുള്ള ഒരു എത്തിക്കൽ നിലപാടുകൾ കൂടി ഏത് വിമർശനത്തിലും സാഹിത്യത്തിനും ബാധകമാണ്. എത്തിക്കലായിത്തീരുക എന്നുള്ളതും പ്രധാനമാണ്. ഞാനിതിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ. അല്ല, ഇതിനകത്ത് ഈ പെർഫോമൻസ് എന്നുള്ളത് സാറ് പറഞ്ഞതുപോലെ ഒരു വിഷ്വൽ സാധ്യത ഉള്ളിടത്ത് എപ്പോഴും പെർഫോമൻസിന് സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു വെറുതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്നതും കുറച്ചുകൂടി എൻ്റെ പരിപാടിക്ക് ഒരു കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉണ്ടാവാനുള്ള കാരണമായിട്ട് ഞാൻ തോന്നുന്നത് നമ്മൾ ചെറിയ പെർഫോമൻസൊക്കെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ആളുകൾക്ക് കണ്ട് പരിചയിച്ച ഒരു രീതിയിൽ നിന്ന് മാറി ചെറിയൊരു പെർഫോമൻസും ചെറിയ ചെറിയ ആക്ഷൻസൊക്കെ വരുമ്പോൾ ആളുകൾ നല്ല ചെറുത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കൗതുകം ആളുകൾക്ക് ഉണ്ടാവും. അത് പെർഫോമൻസ് എന്നുള്ളത് എപ്പോഴും ഒരു വിഷ്വലിൻ്റെ സാധ്യതയെ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. കുറച്ച് വർഷം മുൻപ് വരെ വളരെ സജീവമായി എല്ലാ ചാനലുകളിലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശന പരിപാടി വളരെയധികം റേറ്റിംഗുള്ള ഒന്നായി തന്നെ നിന്നിരുന്നു. ആ സമയത്തെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൊരു ഇടപെടലുണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ ഇത്തരം പരിപാടികൾക്ക് രൂക്ഷമായ വിമർശനം അവിടെ നിന്ന് ആളുകളുടെ അടുത്തു നിന്നുണ്ടാവുകയും മാധ്യമപ്രവർത്തകരുടെ ചർച്ചകളെയും ഇത്തരം പരിപാടികളെയും തിരിച്ചു വിമർശിച്ചുകൊണ്ട്, അതായത് വിഷ്വൽ മീഡിയയിൽ അല്ലാത്തവർ തന്നെ ഇത്തരം പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുകയും ഒക്കെ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അതിനു മുൻപ് വരെ നമ്മൾ രാഷ്ട്രീയക്കാരെ ആണല്ലോ പ്രധാനമായും ഈ ആക്ഷേപഹാസ്യ പരിപാടികൾ ഉന്നം വയ്ക്കുന്നത്. അവിടെ അവരെന്ന് പറയുന്നത് പരിഹസിക്കേണ്ടുന്ന കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട് എന്നൊരു സ്വയം വിമർശനമുണ്ടോ? അല്ല, ഇത് അരുന്ധതി ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഞാനൊരിക്കൽ ഈ CMS കോളേജിലൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെയുള്ളൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ ഇങ്ങനെയുള്ള പരിപാടികൾ അരാഷ്ട്രീയവൽക്കരണത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുചെന്ന് പോകുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ആശങ്കക്ക് അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമില്ല എന്ന് പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ അങ്ങനെയുള്ളൊരു അരാഷ്ട്രീയവൽക്കരണത്തിലേക്ക് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇത് വെറും ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കും, നമ്മളിപ്പോൾ എന്നെ ഇപ്പം ഈ കുറേ പേര് നമ്മൾ ഈ ഫോളോ ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും പലവരും രാഷ്ട്രീയമായി വലിയ ധാരണയുള്ളവരെന്നല്ല, ഇവരാരാണെന്ന് അറിയില്ല. ഇവരിങ്ങനെ കാണുന്നു, ചിരിക്കുന്നു, വെറുതെങ്കിലും ആസ്വദിക്കുന്നു. അത് എല്ലാ തലമുറകളിൽ പെട്ടവരുമുണ്ട്. അത് പുതിയ തലമുറ എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാ തലമുറകളിൽ പെട്ടവർക്കും ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇപ്പോൾ അരുന്ധതി ചോദിച്ച ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഇതിന് കാഴ്ചക്കാരുണ്ടെന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള കാഴ്ചക്കാരും ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വിമർശനം ഇത് നമ്മൾ അങ്ങോട്ട് വിമർശിക്കുമ്പോഴും ഇങ്ങോട്ട് നമ്മുടെ ചില വിമർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. എനിക്ക് ഇത് കൃത്യമായ സ്വാഭാവികമായ കാര്യമാണ്. ഞാൻ അന്ന് കുട്ടിയോടും പറഞ്ഞ കാര്യമാണ്. അരുന്ധതി ഇപ്പോൾ ചോദിച്ചപ്പോൾ ഞാനത് ഒരു പരിധിവരെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്നുണ്ട്. നമ്മളിത് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതിനിപ്പം നാളെ ഇതിങ്ങനെ ഒരു അപ്പൊളിറ്റിക്കലായിട്ടുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കുമോ എന്നുള്ള ഭയന്നുകൊണ്ട് നമുക്കൊരു പരിപാടി ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. നമ്മളൊരു ടെലിവിഷൻ്റെ വിഷ്വലിൻ്റെ ഒരു സാധ്യതയും വിഷ്വലിൻ്റെ ഒരു ലാംഗ്വേജും ഒക്കെ ഉപയോഗിച്ച്, പക്ഷേങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 10-450, ഞാനിപ്പോൾ ആ വേദിയിലും പറഞ്ഞൊരു കാര്യമാണ്, 10-450 എപ്പിസോഡുകൾ ഞാൻ ചെയ്തു. അതിലെവിടെയും എനിക്ക് എല്ലാ എപ്പിസോഡുകളും അവിടെ കിടപ്പുണ്ട്, യൂട്യൂബിലുണ്ട്. ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് ഇപ്പം 450 വരെ എടുത്ത് നോക്കിയാൽ അതിനകത്ത് എവിടെയും സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമോ ഒരു നിറവിരുദ്ധമായതോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം വരെ ഉണ്ടായിട്ടില്ല. അത് അപ്പുറത്ത് നിൽക്കുന്നത് ആരായാലും അവർക്കുള്ളൊരു ജനാധിപത്യ മര്യാദ ഞാനെപ്പോഴും കൊടുത്തുകൊണ്ട് മാത്രമേ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. അതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു വലിയ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് നൽകാൻ പറ്റിയൊരു ഉറപ്പാണ്. ഈ പരിപാടി തുടരുന്നിടത്തോളം കാലം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. അതായത് ഈ പരിപാടിക്ക് ഗമ്മിനകത്തുള്ളൊരു ഗം മാത്രമല്ല, അത് കാരിക്കേച്ചറൈസേഷനും ഗ്രോട്ടസ്ക് ആക്കലാണ്. അത് അവരെ പരിഹാസ കഥാപാത്രങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സിന്, അവരാണ് പോളിസി മേക്കേഴ്സ്, നമ്മൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചവരാണ്, ഇനിയും നമ്മളവരെ ജയിപ്പിക്കും. അതേ ആളുകളെ പരിഹാസ വസ്തുക്കൾ മാത്രമാക്കി ചുരുക്കുകയല്ല ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം ഈ കാർട്ടൂണിൻ്റെയും സറ്റയറിൻ്റെയും എല്ലാ അടിസ്ഥാന സ്വഭാവം സറ്റയറൈസ് ചെയ്യുക, ഗ്രോട്ടസ്ക് ആക്കുക, വിലക്ഷണീകരിക്കുക, കാരിക്കേച്ചറുകളാക്കി മാറ്റുക. അങ്ങനെ നെഹ്റുവിനെ ഇന്ദിരാഗാന്ധി എല്ലാം ചെയ്തിട്ടുണ്ട്. മോദിയെ മാത്രമേ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇനി വലിയ വഴക്കൊക്കെ ആവും. അത് ഈ സർവാധിപത്യം പ്രകടിപ്പിക്കുന്ന ഏത് ഭരണാധികാരി അങ്ങനെയാണ്. ജനാധിപത്യ സമൂഹം ഈ ഗ്രോട്ടസ്ക് ആക്കി മാറ്റുന്നതിനെ, വിലക്ഷണീകരിക്കുന്നതിനെ അനുവദിക്കുന്നുണ്ട്.
അത് പക്ഷെ അതേസമയം തന്നെ നമ്മളവരെ ആ സന്ദർഭം കഴിയുമ്പോഴേക്കും ബഹുമാനിക്കണം. അത് ക്രിറ്റിസിസത്തിൻ്റെ ഒരു രൂപമായി മാത്രം കണ്ടാൽ മതി. അവരെ പരിഹാസവസ്തുക്കളാക്കി ചുരുങ്ങുന്നില്ല. കാരണം ഈ 450 എപ്പിസോഡ് ചെയ്തിട്ടും കെ സുധാകരനും പിണറായി വിജയനും ഗോവിന്ദ മാസ്റ്റർക്കൊന്നും ജനപിന്തുണയൊന്നും കുറയുന്നില്ലല്ലോ. എന്നാൽ അവരുടെ ചില നടപടികളെക്കുറിച്ച് ജനങ്ങളിലുള്ള ആശങ്കകൾ ഇയാളിലൂടെ പുറത്തു വരുന്നെന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിദ്യാർത്ഥിയെ രക്ഷിച്ചതാണെന്ന് വിചാരിക്കല്ലേ. അതിനിപ്പോൾ ഓഡിയൻസ് തീരുമാനിക്കട്ടെ. സമയപരിമിതി എന്നുള്ള കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സെഷൻ എല്ലാവർക്കുമായി ഓപ്പൺ ആയിരിക്കുകയാണ്. ചോദ്യം ചോദിക്കാം, അഭിപ്രായം പറയാം. മൈക്ക് സദസ്സിലേക്ക്. എനിക്ക് രാജശേഖർ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഈ ഫിലിം ക്രിറ്റിസിസത്തെ അപേക്ഷിച്ച് ഈ സാഹിത്യ വിമർശനം മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങി, ഇപ്പോൾ ഉദാഹരണത്തിന് ദേഹം എന്ന പുസ്തകം ഇറങ്ങി, അതിൻ്റെ ഒരു റിവ്യൂ, അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ അറിയുന്നത് ഒരു 2-3 മാസം കഴിഞ്ഞൊരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിലായിരിക്കാം. അപ്പോൾ അങ്ങനെ അത് മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരേണ്ടതല്ലേ? എന്നാലല്ലേ അത് വായനയും കൂടുതൽ സഹായിക്കില്ലേ? വായനാശീലം വർദ്ധിപ്പിക്കുന്നതിൽ അതൊരു സഹായിക്കില്ലേ എന്നുള്ളൊരു തോന്നൽ സാറിനുണ്ടോ? അതെ, ഒന്ന് ഈ റിവ്യൂസ് ഇപ്പം പൊതുവേ മലയാളത്തിലെ മാഗസിനുകളിലില്ല. പുസ്തകം കൈപ്പറ്റി എന്ന് പറഞ്ഞ് കുറിപ്പ് കൊടുക്കാനേ അവർക്ക് സ്ഥലമുള്ളൂ. കാരണം ഒരുപാട് പുസ്തകം ഇറങ്ങുമ്പോഴേ ഒരു പുസ്തകത്തിന് വേണ്ടി ഒരു പേജ് നീക്കി വെച്ച് എത്ര പുസ്തകം ഇറങ്ങുന്നത്. അപ്പോൾ ഒരു പടവും കൊടുത്ത് ആ പുസ്തകം ഇറങ്ങിയെന്ന് അറിയിക്കുന്നതായിരിക്കും മാഗസിനുകൾ ചെയ്യുന്ന കുറച്ചുകൂടി നല്ല ഡ്യൂട്ടി. അത് അതുകൊണ്ട് റിവ്യൂകാരന്മാരും അവസാനിച്ചു. പിന്നെ സാഹിത്യ വിമർശനത്തിൻ്റെ സ്വഭാവം മാറി. ഒരു പുസ്തകം ഇറങ്ങി ഇത് കൊള്ളാമോ കൊള്ളൂലേ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന് ഇന്ന് കൊള്ളാവുന്ന സാഹിത്യ നിരൂപകരാരും വിശ്വസിക്കുന്നില്ല. പിന്നെ എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്ന് അശരീരി കേട്ട് ജനിച്ച കുറേ പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇത് അഭിപ്രായം പറഞ്ഞുകൊണ്ട്. എന്തിറങ്ങിയാലും അവർ അഭിപ്രായം പറഞ്ഞു പോകും. അതാണ് ഈ അഭിപ്രായം. അതുകൊണ്ട് സാഹിത്യ നിരൂപകർക്ക് നിവർത്തിയില്ല. ഇപ്പം ഞാനൊരു നോവലിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന 4 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ റിവ്യൂ നമ്മുടെ മലയാളത്തിൽ ഇല്ലാതായത്. ശരിക്കും വേണ്ടത് ഇത്രയും അധികം പുസ്തകം വിൽക്കുന്ന സ്ഥലത്ത് പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു മാഗസിൻ ഇല്ല എന്നാലോചിക്കണം. ഓൺലൈനിലെ സാധനങ്ങളെയല്ല ഞാൻ പറഞ്ഞത്. സീരിയസ് ആയി ബിബ്ലിയോ പോലുള്ള ബുക്ക് റിവ്യൂസ് വരുന്ന ബുക്ക് ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്ലി എങ്കിലും നമ്മുടെ ആരും ഇറക്കുന്നില്ല. മാതൃഭൂമിക്ക് ബുക്സ് ജേണലിൽ പറഞ്ഞ് കൊള്ളാവുന്നവരുണ്ട്, അവരത് ഫ്രീ ആയിട്ട് മാത്രമേ കൊടുക്കൂ. കറണ്ട് ബുക്സ് ബുള്ളറ്റിൻ പണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് വായിച്ചിരുന്നത്, ഇപ്പോൾ അതും ഇല്ലാതായി. പക്ഷേ ഇതൊക്കെ പബ്ലിഷിംഗ് കമ്പനി ഇറക്കിയുള്ള കുഴപ്പം എന്താ? അവരുടെ പുസ്തകം എല്ലാം അവർ റിവ്യൂ കൊടുക്കും, മറ്റുള്ളവരുടെ പുസ്തകം അതിനകത്ത് വരില്ല. അപ്പം നമുക്ക് സീരിയസ് ആയി വിൽക്കുന്ന ഒരു 10,000 കോപ്പിയെങ്കിലും വിൽക്കുന്ന ഒരു മാഗസിൻ, 10,000 അച്ചടിച്ചില്ലെങ്കിൽ അത് മുതലാവില്ല. ഒരു ബുക്ക് റിവ്യൂ മാഗസിനാണ് നമുക്ക് ശരിക്കും ആവശ്യം. എനിക്കും അശ്വന്ത് ഗോക്കിനോടാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ റിവ്യൂസ് എല്ലാം കാണാറുണ്ട്, പക്ഷേ പടം കണ്ടു കഴിഞ്ഞിട്ട് കാണുള്ളൂ. നമ്മുടെ റിവ്യൂ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ പോകാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ പറയുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്, ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഈ അടുത്തുണ്ടായ 2 റിവ്യൂസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിനെ പറ്റിയുള്ള ഒരു വിഷയം ചോദിക്കാനാണ്. റൈഫിൾ ക്ലബ് അതിൻ്റെ റിവ്യൂ ഇട്ടായിരുന്നു. പിന്നെ ഇന്നലെ ഒരു പടം കണ്ടായിരുന്നു, നമ്മുടെ രേഖാചിത്രം, അതിൻ്റെയും റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 രീതിയിലും ഒരു വിഷയമുണ്ട്. അതായത് റൈഫിൾ ക്ലബ്ബിൽ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ ഈ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തീം തന്നെ സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അശ്വന്ത് നോക്കുന്ന റിവ്യൂവർ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉള്ള ഒരു ചെറിയൊരു ചോദ്യമാണ് ഈ റൈഫിൾ ക്ലബിൻ്റെ റിവ്യൂവിൽ, നിങ്ങളുടെ റിവ്യൂവിൽ കണ്ടത്. നല്ല പടമാണെന്ന് പറഞ്ഞ് മലങ്കൾട്ടാക്കിയില്ല, പിന്നെ പടം നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷെ അതിനകത്തുള്ള എനിക്കുള്ളൊരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മട്ടാഞ്ചേരിക്കാർ മമ്മൂട്ടിയുടെ മൂഡ് താങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പദം എന്ന് പറഞ്ഞാൽ, ഞാൻ മട്ടാഞ്ചേരിക്കാരനാണ്, ഇവിടെ നിന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ഫാൻസ് ഉണ്ട് ഇവിടെ നിറച്ചും, മമ്മൂട്ടിയുടെ മൂഡ് താങ്ങേണ്ട ആവശ്യമില്ല. ആഷിഖപ്പൂടെ പടം ആയതുകൊണ്ട് മട്ടാഞ്ചേരിക്കാർ മമ്മൂട്ടിയുടെ മൂഡ് താങ്ങണമെന്ന് നിങ്ങൾ പറയുന്നു. ഇന്നലെ കണ്ട രേഖാചിത്രത്തിൽ മമ്മൂട്ടിനെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു പടമാണ് രേഖാചിത്രം. പക്ഷേ അത് പറഞ്ഞപ്പോൾ അതിനെ പാരലൽ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 രീതിയിൽ മാറ്റി പറയുന്നത്, ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിനെ ഒരു സ്ഥലത്ത് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ആഷിഖബു ആണെങ്കിൽ അതിൽ വർഗീയത അല്ലെങ്കിൽ അതിലൊരു റീജിയണലിസ്റ്റ് ചിന്താഗതി, നേരെ മറിച്ച് ജോഫിൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പ്രശ്നമില്ല. ഈ ഒരു സംഭവം നമുക്കൊരു ഡൈവേഴ്സിറ്റി അലോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് ആക്ച്വലി മട്ടാഞ്ചേരിയോടുള്ള ഈ പറഞ്ഞ മട്ടാഞ്ചേരിയുടെ ഹിസ്റ്ററീനെ പറ്റിയുള്ള ഒരു അറിവില്ലായ്മയായിരിക്കും. നിങ്ങൾ മട്ടാഞ്ചേരി പോയിട്ട് ഈ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും, കാരണം നമ്മൾ ഈ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആകുമ്പോഴത്തേക്കും യു ഡോണ്ട് ഹാവ് ഫിയർ ഓഫ് കോൺസിക്വൻസസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നിട്ട് മട്ടാഞ്ചേരിയിൽ വന്നിട്ട് മട്ടാഞ്ചേരിക്കാരെല്ലാം മമ്മൂട്ടിയുടെ മൂഡ് താങ്ങണമെന്ന് പറയാനുള്ള ആ ഒരു എന്താണ് തോന്നൽ ശരിക്കും ഇൻ റിയൽ ലൈഫ് അശ്വന്ത് ഗോക്കിനുണ്ടോ?
അല്ല, അതിൽ ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ലാങ് ആണ്. അതായത് ഈ ആഷിഖ് അബു, അമൽ നീരദ്, അൻവർ റഷീദ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു കൊച്ചി ഭാഗത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിനിമാക്കാരാണ്. അവരെ ഒരു സോഷ്യൽ മീഡിയ സ്ലാങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് മട്ടാഞ്ചേരി ഗ്യാങ് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ദിലീഷ് പോത്തൻ ഉൾപ്പെടെയുള്ള, അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം ഈ ഒരു പർട്ടിക്കുലർ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല. ഇതിന് മുൻപ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. സൗബിൻ്റെ ക്യാരക്ടർ പറയുന്നത് മമ്മൂക്ക എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യും, ലാലേട്ടൻ ഓൺലി ടോപ്പ് ക്ലാസ്, നായർ, നമ്പൂതിരി, സവർണർ എന്നുള്ളത്. അപ്പം അത് അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട, വളരെ വിമർശനം നേരിട്ടുള്ള ഒരു ഡയലോഗും കാര്യങ്ങളുമായിരുന്നു. അതിനുശേഷം ഈ സിനിമയിൽ ഞാനിത് പരാമർശിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ളത്, വീണ്ടും ആ സിനിമയിലൊരു സീനിൽ മമ്മൂക്ക മൃഗയിൽ അഭിനയിച്ച സമയത്ത് ഗുഹയിൽ പോയിട്ട് താമസിക്കുകയും മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ അത് ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഈ പറഞ്ഞ കാര്യവും മട്ടാഞ്ചേരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ലാങ്ങിൽ വന്നിട്ടുള്ളതാണ്. അത് ആഷിഖ് അബു ഗ്യാങ്ങിനെ കുറിച്ചാണ്, അല്ലാതെ ഈ പ്രദേശമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇത് ഞാൻ ഈ സ്ഥലത്ത് വന്ന് പറയുന്നതുകൊണ്ട് പറയുന്നതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ലാങ് ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്നലെ മെന്നാന്ന് കണ്ട സിനിമയുടെ കാര്യം ചോദിച്ചല്ലോ, രേഖാചിത്രത്തിൽ ആ സിനിമയുടെ മെയിൻ പ്ലോട്ടിൽ തന്നെയുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള, ഭരതൻ സംവിധാനം ചെയ്തിട്ടുള്ള കാതോരം എന്ന് പറയുന്ന സിനിമയാണ്. അതിൻ്റെ സെറ്റും കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഞാൻ പാരലൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞത് ആ സിനിമയ്ക്കകത്ത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു യൂണിവേഴ്സ് ഉണ്ട്. അതായത് നമുക്കറിയുന്ന അത് അവർ പാരലൽ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അവർ നിർമ്മിച്ചെടുത്ത മറ്റൊരു ചരിത്രമാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് ആ സിനിമയ്ക്കകത്ത് അവർ കാണിച്ചിട്ടുള്ള ഒരു പാരലായിട്ടുള്ള ഒരു വേൾഡ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് അന്ന് സംഭവിച്ചിട്ടുള്ളതെന്നൊരു ഫിക്ഷണലായിട്ട് അവർ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അത് പാരലൽ യൂണിവേഴ്സ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ സിനിമയ്ക്കകത്തുള്ള അവർ നറേഷനെ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞുള്ളത്. അത് ഇതും തമ്മിൽ ബന്ധമില്ല. പിന്നെ ഈ സിനിമയ്ക്കകത്ത്, രേഖാചിത്രത്തിനകത്ത്, ആ സിനിമയ്ക്കകത്ത് ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് മമ്മൂക്കയുടെ കഥാപാത്രത്തെയും ആ സിനിമ ഉപയോഗിച്ചുകൊണ്ട് അത് വിമർശിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. മറ്റേത് ഇഞ്ചക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വിമർശിച്ചത്. അത് ഐ റിപ്പീറ്റ്, അത് ഈ പ്രദേശമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ ഒരു എന്താ പറയുക, റിലീജിയസ്ലി നിങ്ങളുടെ റിവ്യൂസ് കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ മാച്ചായി വരുന്നു. പക്ഷേ എപ്പോഴും പടം കണ്ടു കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അപ്പോൾ കാരണം ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ പോകാണ്ടിരിക്കാൻ വേണ്ടി എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ സ്വയം ഈ പറഞ്ഞ പോലെ കുറേ പ്രൊഡ്യൂസർമാർ നിങ്ങൾക്ക് പണി വെക്കാറുണ്ട്, നിങ്ങളുടെ റിവ്യൂ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ അവർക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർ തന്നെ വേറെ കുറേ പ്രൊഡ്യൂസർമാർ നിങ്ങളുടെ റിവ്യൂ കാണിച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് പൈസ കിട്ടണ്ടേ? ഹാർഡ് കോർ ക്യാപിറ്റലിസം അല്ലേ? അല്ല, അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അങ്ങനെ ഒരു ഘടകമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് നിന്ന് വിമർശനം കിട്ടുന്ന പോലെ, ഭീഷണി കിട്ടുന്ന പോലെ തന്നെ അപ്രീഷിയേഷൻ കിട്ടിയാലും സന്തോഷമാണ്. അപ്പോൾ അവരെ നമ്മുടെ ഉപയോഗിക്കുന്നത് നമുക്കുള്ള ഒരു അക്നോളജ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അല്ല, എല്ലാം മോണിറ്റൈസേഷന് വേണ്ടി ചെയ്യുന്നതല്ല. മോണിറ്റൈസേഷൻ ഇതിനെ ഫോളോ ചെയ്യുന്നത് മാത്രം, അല്ലാതെ മോണിറ്റൈസേഷൻ ഇല്ലെങ്കിലും ഈ പരിപാടി തുടരും.